എന്താ കഴിക്കാനുള്ളത്? ഷവർമയുണ്ട്, അൽഫാമുണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. മോളെ മോക്ക് എന്താ കഴിക്കാൻ വേണ്ടി? അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതേ. അപ്പൊ എനിക്കൊരു അൽഫാം വാങ്ങിച്ചു. മോനെ ഒരു അൽഫാമിലേക്ക് എത്ര രൂപയാണ്? ഇത് ഫുൾ അൽഫാം ആകുമ്പോൾ 400 രൂപയാവും, ഹാഫ് ആകുമ്പോൾ 200 രൂപയാവും. ഹാഫ് ആകുമ്പോൾ 2 പേർക്ക് കഴിക്കാം, ഫുള്ള് 4 പേർക്ക് കഴിക്കാം. മോനെ എനിക്ക് വേണം, ഇവക്ക് കൊടുക്കാൻ. ഇവളെ ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പരീക്ഷ പാസ്സായ ദിവസമാണ്. എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം. മോളെ ചേട്ടാ ആ അച്ഛനോട് ഒരു അൽഫാം കൊടുത്തേക്ക്, പിന്നെ ഒരു ഫുൾ അൽഫാം പാർസൽ എടുത്തേക്കും. അതിൻ്റെ പൈസ ഞാൻ പേ ചെയ്തോളാം കേട്ടോ. എന്റെ ഒരു സന്തോഷത്തിന് അച്ഛൻ കഴിക്കില്ല. ഇല്ലല്ല അച്ഛൻ കഴിക്കും. മോളെ ഇല്ല അച്ഛാ, എന്റെ ഒരു സന്തോഷത്തിന്, എന്റെ ഒരു സന്തോഷത്തിന്. തുറന്നേ വാ, തുറന്നേ. ഇതാ ചേട്ടാ ഞങ്ങള് ഉടനെ പറഞ്ഞോളൂ. ആ മേഡം പറഞ്ഞു ഒന്നുകൂടെ കൊടുത്തേക്കാൻ, പൈസ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. ഇത് മോൾക്കുള്ളതാ. അയ്യോ ചേച്ചി ഇതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇത് എന്റെ ഒരു സന്തോഷത്തിന്. അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു, നല്ല റാങ്കൊക്കെ വാങ്ങി പാസ്സായ കുട്ടിയല്ലേ, കുഴപ്പമില്ല. ഇത് എന്റെ വക ഒരു ട്രീറ്റ് ആയിക്കോട്ടെ. ശരി ആന്റി, ഒത്തിരി താങ്ക്സ്. ശരി, അപ്പം എവിടെയൊക്കെ വെച്ച് കാണാം. ഓക്കെ. ചേട്ടാ, ഇത് കളക്ടർ മേഡത്തിന്റെ വീടല്ലേ? ആണല്ലോ. മേഡം ഇല്ലേ? മോള് വെളി വരെ പോയപ്പോ എന്തായിരുന്നു? എനിക്കൊന്ന് കാണണമായിരുന്നു. മോളിരുന്നാട്ടെ, അവളിപ്പോ വരും. വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കേ. മോള് കയറിയിരിക്കേ. ഇന്ന് ഞായറാഴ്ച ഇല്ലയോ, അവള് പുറത്ത് വരെ പോയതാ, ഇപ്പൊ വരും. ആ മോള് വന്നു.
മോളെ മോളെ കാണാനേ ഒരു പെങ്കൊച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ദൂരെ നിന്നാണ് ആ പറഞ്ഞത്. ആരാ? മേഡം, ഞാൻ കുറച്ചും ദൂരെ നിന്ന് വരിക. 2-3 പ്രാവശ്യം മേഡത്തിനെ കാണാൻ വന്നു. ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടത്? പറഞ്ഞോളൂ. മേഡം, നാളെ 9 മണിയാകുമ്പോൾ എൻ്റെ വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യും. ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പേരെ പോയി കണ്ടു. പക്ഷെ അവരൊക്കെ എന്നെ കൈയൊഴിഞ്ഞു. മാഡത്തിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം. ഓക്കെ, പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഭർത്താവിൻ്റെ കുടുംബക്കാരും ആരുമില്ലേ? ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു മാഡം. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നിട്ട് അദ്ദേഹത്തെ ചികിത്സിച്ച് ഒരുപാട് പൈസ പോയി. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയതുമില്ല. ഞാനെൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതന്നെ ഓരോ വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയില്ല. പിന്നെ ആര് സഹായിക്കാൻ? ലോൺ എമൗണ്ട് എത്രയാണ്? പലിശ അടക്കം 15 ലക്ഷം രൂപ അടയ്ക്കണം മാഡം. 15 ലക്ഷം പോയിട്ട് ഒരു 1500 രൂപ എടുക്കാനുള്ള നിവർത്തി പോലും ഇപ്പം എനിക്കില്ല. ഒരാഴ്ചയായി മോൻ്റെ ഫീസ് അടച്ചിട്ട് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. അത്രയ്ക്ക് ഗതികെട്ടൊരവസ്ഥയിലാണ്. ബാങ്ക് മാനേജറുടെ നമ്പർ ഉണ്ടോ കയ്യിൽ? ആ, മാനേജർ സുരേഷ്. ഹലോ, മാനേജർ സുരേഷ് ആണോ? ഞാൻ കളക്ടറാണ്, മഹാലക്ഷ്മി. അവിടെ മനോജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വീടിൻ്റെ ജപ്തിയാണോ നാളെ? അത് നീട്ടി വെക്കാൻ എന്തേലും ഇല്ലല്ലേ? ലാസ്റ്റ് ഡേറ്റ് ആണോ? എമൗണ്ട് എത്രയായിരുന്നു? 15 ലക്ഷം. 15 ലക്ഷം അല്ലേ? അത് ഞാൻ അടച്ചേക്കാം. നാളെ മനോജിൻ്റെ ഭാര്യ ബാങ്കിൽ വരുമ്പോൾ ആധാരം കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, ശരി. മാഡം ഇപ്പം എനിക്ക് ദൈവത്തെ പോലെയാ. ദൈവത്തിന്റെ രൂപത്തിലാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ചേച്ചി, ഇതുവരെ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ചേച്ചി ദൈവമായിട്ട് വന്നൊരു ദിവസമുണ്ട്. ആ ചേച്ചി ഓർക്കുന്നുണ്ടോ? എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം ഞാനും എൻ്റെ അച്ഛനും കൂടെ ഒരു കടയിൽ കയറി. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു തരാൻ എൻ്റെ അച്ഛൻ്റെ കാശുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ അച്ഛൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചിയും ചേട്ടനും എനിക്കും എൻ്റെ അച്ഛനും ഫുഡ് വാങ്ങി തന്നു. അത് മാത്രമല്ല, എൻ്റെ ഫാമിലിക്കും ചേച്ചി ഫുഡ് വാങ്ങിച്ചു തന്നു. അന്ന് മുതൽ ചേച്ചിയെക്കുറിച്ച് ഓർക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഓരോ ഇറച്ചിയിലും ഞാൻ ചേച്ചിയെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു. എവിടെ പോലും ഞാൻ ചേച്ചിയുടെ മുഖം തിരയുമായിരുന്നു. ഇന്ന് ദൈവമായിട്ട് ചേച്ചി എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. അന്ന് എൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ നന്ദിയായിട്ട് കൂട്ടിയാൽ മതി 15 ലക്ഷം രൂപ. പിന്നെ കുട്ടികളുടെ പഠിത്തമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. ചേച്ചിയുടെ എൻ്റെ നമ്പറില്ലേ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ സമാധാനത്തെ പോയിച്ചോ, വിഷമിക്കണത്, സമാധാനത്തെ പോയിച്ചോ.